മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരെ ഒളിയമ്പുമായി കോൺഗ്രസ് നേതാവ് ജിൻഡോ ജോൺ. ജാതിവാലുകൾ ചുമക്കാത്ത കോൺഗ്രസ് ആകുന്നതാണ് നല്ലതെന്ന് ജിൻഡോ ജോണിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. സതീശൻ ജാതിപ്പേര് ഉപയോഗിച്ച് സത്യപ്രതിജ്ഞ ചെയ്തത് വിവാദമായിരിക്കുകയാണ് ജിൻഡോയുടെ പരാമർശം. സാലി ചേരുകയാണ്. സാലി, ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ജാതിവാല് ഉപയോഗിച്ചതാണോ ജിൻഡോ പരാമർശിക്കുന്നത്? നേരിട്ട് പരാമർശമില്ല. നമുക്കറിയാം ജിൻഡോ ജോൺ പ്രമുഖനായ കോൺഗ്രസിലെ യുവ നേതാക്കളിൽ ഒരാളാണ്. മാധ്യമ ചർച്ചകളിലൊക്കെ, ചാനൽ ചർച്ചകളിലൊക്കെ കോൺഗ്രസിന് പ്രതിനിധാനം ചെയ്ത് വലിയ ഈ സമീപകാലത്ത് ഉയർന്നു വന്നൊരു നേതാവാണ്. ഒപ്പം തന്നെ ഇക്കുറി തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്ന പ്രമുഖ നേതാക്കളിൽ ഒരാൾ കൂടിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പോസ്റ്റാണ് ഇന്നത്തെ ചർച്ച എന്ന് പറയുന്നത്. കാരണം അതിൽ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പറയുന്നത്, തേക്കുംകാട്ടിൽ ജോൺ റോമൻ കാത്തലിക് ജിൻഡോ എന്നല്ല, ജിൻഡോ ജോൺ അതു മതി, അങ്ങനെ അറിയപ്പെട്ടാൽ മതി, അതല്ലേ അതിൻ്റെ ഒരു ബ്യൂട്ടി. പഞ്ച് ഇത്തിരി കുറഞ്ഞാലും ജാതിവാലുകൾ ചുമക്കാത്ത കോൺഗ്രസ് ആകുന്നതാണ് കുറേ കൂടി ഇൻക്ലൂസീവ്. എൻ്റെ രാഷ്ട്രീയം എൻ്റെ ബോധ്യങ്ങൾ കൂടിയാണ്, ഒരല്പം ലെഫ്റ്റായൊരു കോൺഗ്രസ് ബോധ്യം. അതായത് സ്വന്തം പേരിനൊപ്പം ജാതിപ്പേര് ഉപയോഗിക്കുന്നത് ഒരു പിന്തിരിപ്പൻ മനോഭാവമാണ് എന്ന് പുരോഗമന സമൂഹത്തിലുള്ള എല്ലാവരും ചിന്തിക്കുന്ന ഒന്നാണ്. പൊതുവിൽ നമ്മുടെ രാഷ്ട്രീയ നേതാക്കളാരും ജാതി പേരുകൾ ഈ സമീപകാലത്തൊന്നും ഉപയോഗിച്ച് കണ്ടിട്ടുമില്ല. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിലും അത് ഒരല്പം കൂടി ലെഫ്റ്റായി ചിന്തിക്കുന്നവർ ഒരിക്കലും ഉപയോഗിക്കാറില്ല. അതാണ് ഇപ്പോൾ ജിൻഡോ ജോണിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലും പറയുന്നത്. പക്ഷേ എന്തുകൊണ്ട് ജിൻഡോ ജോൺ ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോഴിട്ടു എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതിനുള്ള ഉത്തരം ഇന്നലെ മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് നടത്തിയ ആ പ്രതിജ്ഞയിൽ അദ്ദേഹം ഞാൻ വി.ഡി. സതീശൻ എന്നതിന് പകരം ഉപയോഗിച്ചത് നമ്മളെല്ലാം കേട്ടതാണ്. ഞാൻ വടശ്ശേരിൽ ദാമോദര മേനോൻ സതീശൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രയോഗം. അത് അസാധാരണമായ രീതിയാണ്. കാരണം വി.ഡി. സതീശൻ എന്നതാണ് നമ്മളെല്ലാം അറിയപ്പെടുന്ന മുഖ്യമന്ത്രിയുടെ പേര്. കേരളത്തിൽ അറിയപ്പെടുന്ന, ഇന്നലെ വരെ അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് വി.ഡി. സതീശൻ എന്നും മാത്രമാണ്. പക്ഷേ ഇന്നലെ അദ്ദേഹം വടശ്ശേരിൽ ദാമോദര മേനോൻ സതീശൻ എന്ന് ഉപയോഗിച്ച് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് വളരെ കൗതുകത്തോടെയാണ് സമൂഹം കണ്ടത്. കാരണം അതിൻ്റെ ഒരു ആവശ്യം അവിടെ ഉണ്ടായിരുന്നോ എന്ന കാര്യം എല്ലാവരും തന്നെ ചിന്തിച്ചു. അങ്ങനെ പറയേണ്ടതുണ്ടോ? അതിന് തൊട്ടു പിന്നാലെ വന്ന പി.കെ. കുഞ്ഞാലിക്കുട്ടി ഉപയോഗിച്ച പേര് പാണ്ടിക്കടവത്ത് കുഞ്ഞാലിക്കുട്ടി എന്നല്ല, പി.കെ. കുഞ്ഞാലിക്കുട്ടി എന്നാണ്. അതിനുശേഷം CMP നേതാവ് C.P. ജോൺ വന്നപ്പോഴും അദ്ദേഹം ഉപയോഗിച്ച പേരും C.P. ജോൺ എന്ന് തന്നെയാണ്. അപ്പോൾ ഒരർത്ഥത്തിലും ഇനീഷ്യലിൻ്റെ എക്സ്പാൻഷൻ എന്താണ് V.D. എന്നത് എക്സ്പാൻഡ് ചെയ്ത് സത്യപ്രതിജ്ഞയിൽ ഉപയോഗിക്കണം എന്ന് നിയമമോ കീഴ്വഴക്കമോ ഇല്ല എന്നർത്ഥം. ദീർഘകാലം ഒട്ടനവധി തവണ കേരളത്തെ സത്യപ്രതിജ്ഞിച്ചിട്ടുള്ള കുഞ്ഞാലിക്കുട്ടിയെ പോലെയുള്ള ആളുകൾ പി.കെ. കുഞ്ഞാലിക്കുട്ടി എന്ന വാക്ക് തന്നെയാണ് ഉപയോഗിച്ചത് എന്ന് തന്നെയാണ് അദ്ദേഹം സ്വന്തം പേരിനെ വിശേഷിപ്പിച്ചത്. പക്ഷേ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ വടശ്ശേരിയിൽ ദാമോദര മേനോൻ സതീശൻ എന്ന് ഉപയോഗിക്കുന്നതിൽ അതിലേറ്റവും മുന്തി നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജാതിപ്പേര് എന്നുള്ളതാണ് ഒരു പ്രതിസന്ധി, ഒരു പ്രശ്നം. അദ്ദേഹം ഇക്കാലം അത്രയും തനിക്കുണ്ട് എന്ന് അഭിമാനപൂർവ്വം പറഞ്ഞിരുന്ന, അല്ലെങ്കിൽ അങ്ങനെ തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും പ്രചരണത്തിന് ഉപയോഗിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ പുരോഗമന ചിന്ത, ജാതി വിരുദ്ധത, സാമുദായിക ഐക്യബോധം, അതൊക്കെ കളഞ്ഞു കുളിക്കുന്ന തരത്തിൽ, അതൊന്നും ഇല്ലാതാക്കുന്ന തരത്തിൽ ഒരു പ്രയോഗമായിപ്പോയി എന്നുള്ളൊരു വിമർശനം പൊതുസമൂഹത്തിൽ നിന്ന് ഇന്നലെ ഈ സത്യപ്രതിജ്ഞ തുടങ്ങിയപ്പോൾ ഇപ്പോൾ വരെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിമർശനം സംബന്ധിച്ച് ഇടതുപക്ഷക്കാരോ അല്ലാത്തവരുമായ എല്ലാ മനുഷ്യരും ഉന്നയിക്കുന്നുണ്ട്. സതീശനെ പോസിറ്റീവായി കാണുന്ന ആളുകളും അത് ഉപേക്ഷിക്കാമായിരുന്നു, അത് വേണ്ടായിരുന്നു എന്ന് പോസിറ്റീവായി പറയുന്ന ആളുകളുമുണ്ട്. അതിൽ ഏറ്റവും മൂർച്ചയേറിയൊരു വിമർശനം ഇന്ന് ഉയർന്നത് ഈ ജിൻഡോ ജോണിൽ നിന്നാണ് എന്നുള്ളതാണ്. ആ ജിൻഡോ ജോൺ ഉപയോഗിച്ചിരിക്കുന്ന പ്രയോഗം അങ്ങനെ നേരിട്ട് സതീശൻ അത് പറയാൻ പാടില്ലായിരുന്നു എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് നമ്മൾ കണ്ടതുപോലെ തേക്കുംകാട്ടിൽ ജോൺ റോമൻ കാത്തലിക് ജിൻഡോ എന്നല്ല, ജിൻഡോ ജോൺ എന്ന് മതി എന്നുള്ള, കൂടുതൽ ഡെക്കറേഷൻ വേണ്ട എന്ന് അദ്ദേഹം സ്വന്തം ഫേസ്ബുക്കിൽ എഴുതിയിരുന്നു. കാരണം RC റോമൻ കാത്തലിക് വിഭാഗത്തിൽ പെട്ടയാളാണ് ജിൻഡോ ജോൺ. ഞാൻ എൻ്റെ ജാതി, റോമൻ കാത്തലിക് എന്ന വിഭാഗത്തിൻ്റെ ജാതി എൻ്റെ പേരിൽ ഉപയോഗിച്ച് അത് ഞാൻ പരസ്യപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. അതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി. പഞ്ച് ഇത്തിരി കുറഞ്ഞാലും ജാതി വാലുകൾ ചുമക്കാത്ത കോൺഗ്രസ് ആകുന്നതാണ് ഇൻക്ലൂസീവ്, കൂടുതൽ നല്ലത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായും ഇത് തന്നെയാണ് നമ്മുടെ ഒക്കെ പുരോഗമന മുഖം എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. എവിടെയെങ്കിലുമൊക്കെ ഈ മനുഷ്യൻ്റെ ഉള്ളിൽ കിടക്കുന്ന ജാതി അത് പുറത്തു വരും. അത് ഇപ്പോൾ വി.ഡി. സതീശൻ്റെ കാര്യത്തിലാണ്. ജിൻഡോ ജോൺ അത് തുറന്ന് കാട്ടുകയും ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവർ രഹസ്യമായി പറഞ്ഞ കാര്യം ജിൻഡോ ജോൺ പരസ്യമായി പറഞ്ഞു എന്നുള്ളതാണ്. എന്തായാലും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത വി.ഡി. സതീശൻ്റെ ആ വാക്കുകൾ കൂടി കേൾക്കാം.
വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ